ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ ക്ലാസ്. ഇന്ന് 2025 ഏപ്രിൽ 19, മെനഞ്ഞാന്ന് ഏപ്രിൽ 17. ഈ ഏപ്രിൽ 17 എന്തെങ്കിലും പ്രത്യേകതയുള്ളതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് എഴുതിയ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ ഓർമ്മ ദിവസമായിരുന്നു ഏപ്രിൽ 17. ഞാനും ഇക്കാര്യം ശ്രദ്ധിച്ചില്ല കേട്ടോ. അല്ലായിരുന്നെങ്കിൽ ഈ വീഡിയോ നമ്മൾ അന്ന് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ പ്രൊഫൈൽ എങ്ങനെ എഴുതാമെന്നുള്ളതാണ്. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചു വേണം നിങ്ങൾ പഠിക്കാൻ. നമ്മൾ ലൈവായിട്ട് ഇത് ചെയ്യാൻ പോവുകയാണ്. ഇത് ചെയ്യാനായിട്ട് നമ്മൾ 2019 8ാം ക്ലാസ്സിലെ ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് 15ാമത്തെ ചോദ്യം ഇങ്ങനെ എടുക്കുകയാണ്. ഈ 15ാമത്തെ ചോദ്യം ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ പ്രൊഫൈൽ എഴുതാനുള്ളതായിരുന്നു. നമുക്കറിയാം, 8ാം ക്ലാസ്സിലെ പഴയ പുസ്തകത്തിൽ 2ാമത്തെ യൂണിറ്റിൽ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ കഥ പഠിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ പ്രൊഫൈൽ എഴുതുക എന്നുള്ളത് 8ാം ക്ലാസ്സിലെ ഒരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യമാണ് നമ്മൾ ഇവിടെ എടുത്തിട്ട് ലൈവായിട്ട് നമ്മൾ എഴുതാൻ പോവുകയാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു പ്രൊഫൈൽ എഴുതേണ്ടതെന്ന് കൃത്യമായി ശ്രദ്ധിച്ച് നിങ്ങൾ പഠിക്കുക. നമുക്ക് നോക്കാം. ആദ്യം ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ശ്രദ്ധിക്കുക. Prepare a profile of Gabriel Garcia Marquez. ഇതാണ് നമ്മുടെ ചോദ്യം. ഇനി ഇവിടെ തന്നിരിക്കുന്ന വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം. നെയിം ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ്. ബോൺ, അദ്ദേഹം ജനിച്ച വർഷം കൊടുത്തിരിക്കുന്നു 1928, 1928 എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് ചെറിയൊരു കറക്ഷൻ വേണം. കാരണം നമ്മുടെ പുസ്തകത്തിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ജനിച്ച വർഷം എന്ന് പറയുന്നത് 1927 ആണ്, അല്ലാതെ 1928 അല്ല, 27 ആണ് അദ്ദേഹം ജനിച്ച വർഷം. അപ്പോൾ നമ്മുടെ ഒരു ഇവിടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെറിയൊരു എറർ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജനന വർഷം 1927 ആണ്. അദ്ദേഹം ജനിച്ചിരിക്കുന്ന സ്ഥലം കൊളംബിയ, രാജ്യം കൊളംബിയയാണ്. ഇനി എന്താണ് അദ്ദേഹം ഫേമസ് അദ്ദേഹം അറിയപ്പെടുന്നത്, പ്രശസ്തനായിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്: നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, സ്ക്രീൻ റൈറ്റർ, ജേർണലിസ്റ്റ്. ഈ നിലകളിലൊക്കെയാണ് അദ്ദേഹം ഫേമസ് ആയിട്ടിരിക്കുന്നത്. ഇനി അദ്ദേഹം അദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേര് ഗാബോ എന്നുള്ളതാണ്. ഇനി അദ്ദേഹത്തിന് കിട്ടിയേക്കുന്ന അവാർഡ് നോക്കുക. മെയിൻ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഒരു കാര്യം, നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1982, 1982 നൊബേൽ സമ്മാനം, സാഹിത്യത്തിന് നൊബേൽ സമ്മാനം ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നോക്കുക അദ്ദേഹത്തിന്റെ മേജർ വർക്ക്സ്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ: 100 Years of Solitude, Love in the Time of Cholera, The Autumn of the Patriarch. ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ മേജർ വർക്ക്സ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ ഡെത്ത്, അദ്ദേഹത്തിന്റെ മരണം കൊടുത്തിരിക്കുന്നു 2014, 2014 ഇദ്ദേഹം മരിച്ചു. ഒരു 2 കാര്യങ്ങൾ നമ്മൾ ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ്. അദ്ദേഹം ജനിച്ച ഡേറ്റും അദ്ദേഹം മരിച്ച ഡേറ്റും. ഇവിടെ വർഷം, ഇയർ കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടില്ല. ആ ഡേറ്റ് കൂടെ നമ്മളൊന്ന് കൂട്ടിച്ചേർക്കുകയാണ്. അദ്ദേഹം ജനിച്ചത് 1927 മാർച്ച് 6 6 മാർച്ച് ആണ്, അന്നാണ് അദ്ദേഹം ജനിച്ചത്. ഇനി അദ്ദേഹം മരിച്ചതാണെങ്കിലോ, ഡെത്ത് ആണെങ്കിൽ 2014, നമ്മൾ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം 17 ഏപ്രിൽ, അന്നാണ് അദ്ദേഹം മരിച്ചത്. അപ്പൊ ഇത്രയും വിവരങ്ങൾ വെച്ചിട്ട് എങ്ങനെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ പ്രൊഫൈലിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, എപ്പോഴാണെങ്കിലും പ്രൊഫൈൽ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ടൈറ്റിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ പ്രൊഫൈൽ ഒരിക്കലും ടൈറ്റിൽ ഇല്ലാതെ പോകാൻ പാടില്ല. നമ്മൾ മനോഹരമായ ഒരു ടൈറ്റിൽ കൊടുക്കുക, ഇതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഇനി മനോഹരമായ ടൈറ്റിൽ കൊടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട. ആളിന്റെ പേര്, തന്നിരിക്കുന്നത് ഏത് വ്യക്തിയാണോ ആ വ്യക്തിയുടെ പേരെടുത്ത് ടൈറ്റിലായിട്ട് എഴുതി കൊടുക്കുക. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ, നമുക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ നല്ലൊരു ടൈറ്റിൽ തന്നെ കൊടുക്കുക. ഒരു ഉദാഹരണം നോക്കുക. നമ്മളിവിടെ കൊടുക്കാൻ പോകുന്ന ടൈറ്റിൽ നോക്കുക, ശ്രദ്ധിക്കുക. മാർക്കേസ് the wizard of letters. മാർക്കേസ് ദ വിസർഡ് ഓഫ് ലെറ്റേഴ്സ്. ശ്രദ്ധിക്കുക, നമ്മൾ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ ഇതാണ്, മാർക്കേസ് ദ വിസർഡ് ഓഫ് ലെറ്റേഴ്സ്. മാർക്കേസ് എന്താണ്, ഇതിന്റെ അർത്ഥം എന്താണ്? അക്ഷരങ്ങളുടെ മാന്ത്രികനായ മാർക്കേസ്. വിസർഡ് എന്ന് പറയുമ്പോൾ മജീഷ്യൻ, മാജിക് ട്രിക്കുകൾ ഉപയോഗിക്കാൻ കഴിയുന്ന ആളെന്നാണ്.
ഇത് ഏതെങ്കിലും ഒരു മേഖലയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളിനെ സൂചിപ്പിക്കാനും വിസാർഡ് എന്നുള്ള വാക്ക് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അക്ഷരങ്ങളുടെ മാന്ത്രികൻ മാർക്കേസ്, ഇതാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അദ്ദേഹം ഒരു എഴുത്തുകാരനായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ഏതൊരു എഴുത്തുകാരന്റെ കാര്യം ചോദിച്ചാലും നിങ്ങൾക്ക് ഇതുപോലെ എന്താണ് ദ വിസാർഡ് ഓഫ് ലെറ്റേഴ്സ് എന്നുള്ള പേര് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ആദ്യം എഴുതേണ്ടത് അദ്ദേഹത്തിന്റെ നെയിം ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് നമുക്കറിയാം. അദ്ദേഹം ജനിച്ച വർഷവും ഡേറ്റും നമുക്കവിടെ ഉണ്ട്, സ്ഥലവും ഉണ്ട്. അപ്പൊ നമ്മൾ എഴുതേണ്ട കാര്യം വെറുതെ ഹി എന്ന് പറഞ്ഞ് നമ്മൾ ഒരു കാരണവശാലും സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. നമുക്ക് ഇദ്ദേഹത്തെ അറിയാം, ഇദ്ദേഹം ഒരു ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനാണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. വേണമെങ്കിൽ നമുക്ക് അത് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നോക്കുക, നമുക്കിങ്ങനെ തുടങ്ങാം. The great Latin American writer, Gabriel Garcia Marquez. ഇത്രയും നമ്മൾ എഴുതി. ഇത് നമുക്ക് വേണ്ട കാര്യം എന്താണ്? അദ്ദേഹത്തിന്റെ ജനന വർഷം, ജനന തീയതി, സ്ഥലം, ഇത് രണ്ടുമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ബോൺ എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? വാസ് ബോൺ, ഇങ്ങനെ വേണം നമ്മൾ എഴുതാൻ. വാസ് ബോൺ. അപ്പോൾ ദ ഗ്രേറ്റ് ലാറ്റിൻ അമേരിക്കൻ റൈറ്റർ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് വാസ് ബോൺ, ഇങ്ങനെ തന്നെ വേണം നമ്മൾ എഴുതാൻ. വാസ് ബോൺ, അദ്ദേഹം ജനിച്ചത്. നോക്കുക, ആ ഡേറ്റ് നമ്മൾ പറയുമ്പോൾ ഓൺ, ഡേറ്റ് നമ്മൾ പറയുമ്പോൾ ഓൺ ഉപയോഗിച്ച്, അതിന് മുമ്പിൽ ഓൺ ആണ് ഉപയോഗിക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഓൺ 6 മാർച്ച് 1927, 1927 മാർച്ച് 6 അദ്ദേഹം ജനിച്ചത്. ഇനി നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ഡേറ്റ് പറഞ്ഞപ്പോൾ അതിന് മുമ്പിൽ നമ്മൾ ഓൺ ഉപയോഗിച്ചു. എന്നാൽ ഇയർ, വർഷം മാത്രമേ ഉള്ളൂ എങ്കിൽ അതിന് മുമ്പിൽ ഇൻ ആണ് ഉപയോഗിക്കേണ്ടത്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇനി നമുക്ക് സ്ഥലം പറയാം. അവിടെ കൊളംബിയ എന്ന് കൊടുത്തിട്ടുണ്ട്. സ്ഥലം പറയുമ്പോൾ അതിന് മുമ്പിൽ ഇൻ ചേർത്താൽ മതി. ഇൻ കൊളംബിയ. ചിലപ്പോൾ 2 സ്ഥലങ്ങൾ കാണും. തീരെ ചെറിയ സ്ഥലമാണെങ്കിൽ മാത്രം നമ്മൾ അതിന് മുമ്പിൽ അറ്റ് ചേർത്താൽ മതിയാകും. അത്ര ചെറിയ സ്ഥലമല്ല എന്നുണ്ടെങ്കിൽ ഇൻ ചേർത്തിട്ട് ആ സ്ഥലങ്ങളുടെ പേരുകൾ കോമയിട്ട് എഴുതിയാൽ മതിയാകും. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്നത് പോലെ തന്നെ. അല്ലാതെ കൂടുതൽ കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല. അറ്റും ഇന്നും ഒന്നും ചേർക്കാൻ നിൽക്കണമെന്നില്ല. ഇൻ ചേർക്കുക, കോമയിട്ട സ്ഥലങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്നത് പോലെ എഴുതുക, ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ദ ഗ്രേറ്റ് ലാറ്റിൻ അമേരിക്കൻ റൈറ്റർ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് വാസ് ബോൺ ഓൺ 6 മാർച്ച് 1927 ഇൻ കൊളംബിയ. തന്നേക്കുന്ന ആദ്യത്തെ 2 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? അത് സെന്റൻസുകളാക്കി മാറ്റി. ഇനി നമുക്ക് വേണ്ട എന്താണ്? ഫേമസ് അസ് എന്നുള്ള കാര്യമാണ് നമുക്ക് വേണ്ടത്, അല്ലെ? ഫേമസ് അസ് നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, സ്ക്രീൻ റൈറ്റർ, ജേർണലിസ്റ്റ്. അതാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പൊ നമ്മൾ ഓൾറെഡി അദ്ദേഹത്തിന്റെ പേര് എഴുതി കഴിഞ്ഞു. ഇനിയും നമ്മൾ പേരെഴുതേണ്ട കാര്യമില്ല. അതിനു പകരം ഹി എന്ന് ഉപയോഗിച്ചാൽ മതിയാകും. ഹി, നോക്കുക, ഫേമസ് ആസ് എന്ന് അവിടെ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? ഒരു വാസ് കൂടെ ചേർത്ത് കൊടുക്കുക. ഹി വാസ് ഫേമസ് അസ്. ഹി വാസ് ഫേമസ് അസ്. ഇദ്ദേഹം 2014 മരിച്ചുപോയി. ഇപ്പൊ ജീവനോടെ ഇല്ല. ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഹി ഈസ് എന്ന് എഴുതാമായിരുന്നു. ഇദ്ദേഹം മരിച്ചു പോയത് കൊണ്ട് നമ്മൾ ഹി വാസ് എന്ന് എഴുതി കൊടുക്കുന്നു. ഹി വാസ് ഫേമസ് ആസ്. അദ്ദേഹം ഫേമസ് ആസ് ഏതൊക്കെ പേരിലാണ്? നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ. അവിടെ നോവലിസ്റ്റിന്റെ എൻ വലിയക്ഷരമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കിടക്കുന്നത്. പക്ഷേ നമ്മളിവിടെ സെന്റൻസ് എഴുതുമ്പോൾ ഇത് ഇടയ്ക്ക് വരുന്നത് കൊണ്ട് വലിയക്ഷരത്തിന്റെ ആവശ്യമില്ല. നോക്കുക, ഹി വാസ് ഫേമസ് ആസ് നോവലിസ്റ്റ്. പിന്നെന്താണ്? ഷോർട്ട് സ്റ്റോറി റൈറ്റർ, സ്ക്രീൻ റൈറ്റർ, അല്ല, ഷോർട്ട് സ്റ്റോറി റൈറ്റർ. അപ്പൊ നോക്കുക, നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, പിന്നെ സ്ക്രീൻ റൈറ്റർ, ലാസ്റ്റത്തത് ജേർണലിസ്റ്റ് ആണ്, അല്ലെ? ലാസ്റ്റത്തത് ജേർണലിസ്റ്റ് ആണ്. അവസാനത്ത് ഇങ്ങനെ ഒരു ലിസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഉള്ളപ്പോൾ അവസാനത്തതിന് മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ആൻഡ് ചേർക്കണം. അവസാനത്തതിന് മുമ്പിൽ ആൻഡ് ചേർക്കുക. ആൻഡ്
ജേർണലിസ്റ്റ്, മറക്കരുത്, ആൻഡ് ജേർണലിസ്റ്റ് അങ്ങനെ എഴുതുക. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സെന്റൻസ് ഇങ്ങനെ വരും, ഹി വാസ് ഫേമസ് ആസ് നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, സ്ക്രീൻ റൈറ്റർ ആൻഡ് ജേർണലിസ്റ്റ്. അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഇദ്ദേഹം മരിച്ചു പോയത് കൊണ്ടാണ് ഹി വാസ് എന്ന് നമ്മൾ ഉപയോഗിച്ചത്. ഇനി നോക്കുക, നോൺ അസ്, അദ്ദേഹം അറിയപ്പെടുന്നു. ഗാബോ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹത്തെ സ്നേഹത്തോടെയൊക്കെ വിളിക്കുന്ന ഒരു പേരായിരിക്കണം അല്ലെ, അങ്ങനെ ഒരു പേര്. അപ്പൊ നമുക്ക് ആ രീതിയിൽ തന്നെ എഴുതാം. അദ്ദേഹം നോക്കുക, ഇവിടെയും എന്താണ്, ഹി വാസ് ആണ് നമുക്ക് വേണ്ടത്, കാരണം അദ്ദേഹം മരിച്ചു പോയത് കൊണ്ട് നമുക്ക് ഹി വാസ് ആണ് വേണ്ടത്. ഹി വാസ് നോൺ, അദ്ദേഹം അറിയപ്പെട്ടത്, സ്നേഹത്തോടെ അറിയപ്പെട്ടത്, അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത്. ആ സ്നേഹത്തോടെ എന്നുള്ള വാക്കുകൂടെ നമുക്ക് ഇവിടെ കൊണ്ടുവരണം. അഫെക്ഷനേറ്റ്ലി അല്ലെങ്കിൽ ഫോൺലി, അഫെക്ഷനേറ്റ്ലി. ഹി വാസ് അഫെക്ഷനേറ്റ്ലി, ഹി വാസ് നോൺ അഫെക്ഷനേറ്റ്ലി, ഹി വാസ് അഫെക്ഷനേറ്റ്ലി നോൺ ആസ് ഗാബോ. ആ പേര് നമ്മൾ എഴുതി കൊടുക്കുന്നു. ഹി വാസ് അഫെക്ഷനേറ്റ്ലി നോൺ ആസ് ഗാബോ, അല്ലെങ്കിൽ ഹി വാസ് നോൺ അഫെക്ഷനേറ്റ്ലി ആസ് ഗാബോ, നമ്മൾ ആ പേര് എഴുതി കൊടുക്കുന്നു. ഇനി അടുത്ത കാര്യം എന്താണ്, അവാർഡാണ്. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന അവാർഡ് നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1982. അപ്പൊ നമ്മൾ എന്തെഴുതുക, നമുക്ക് എന്തെഴുതാം, ഹി വാസ് അവാർഡഡ്. അത് മരിച്ചുപോയ വ്യക്തിയാണെങ്കിലും ജീവനുള്ള വ്യക്തിയാണെങ്കിലും ഹി വാസ് അവാർഡഡ് അല്ലെങ്കിൽ ഷീ വാസ് അവാർഡഡ് എന്ന് തന്നെ വേണം. കാരണം അവാർഡ് കിട്ടിയത് കഴിഞ്ഞു പോയ കാര്യമാണ് അല്ലെ, ആ വർഷം സഹിതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പഴയ കാര്യമായതുകൊണ്ട് ഹി വാസ് അവാർഡഡ്. ഇനി അവാർഡ് എന്താണ്, നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ അല്ലെ, ഹി വാസ് അവാർഡഡ്. നോക്കുക, നൊബേൽ പ്രൈസ്, ഹി വാസ് അവാർഡഡ് നൊബേൽ പ്രൈസ് ചെറിയ അവാർഡല്ല, നമുക്കറിയാം ലോകത്തെ ഏറ്റവും വലിയ അവാർഡാണ് അല്ലെ, നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ, സാഹിത്യത്തിനാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത്, ലിറ്ററേച്ചറിനാണ് അവാർഡ് കിട്ടിയത്. വർഷം കൊടുത്തിട്ടുണ്ട്, നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1982. വർഷത്തിന് മുമ്പിൽ നമുക്ക് ഇന്നാണ് വേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. 1982 അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയത്. ഇനി നോക്കുക, അടുത്തെന്താണ്, മേജർ വർക്ക്സ് ആണ്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളാണ്. ഇവിടെ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹിസ് മേജർ വർക്ക്സ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ കിടക്കുന്നത് പോലെ നമ്മൾ എഴുതുന്നു ഹിസ് മേജർ വർക്ക്സ്. ഹിസ്, അദ്ദേഹത്തിന്റെ എന്ന് വേണം, അതുകൊണ്ട് ഹിസ്. ഇനി ലേഡി ആയിരുന്നുവെങ്കിൽ ഹെർ എന്ന് വരുമായിരുന്നു. അപ്പൊ ഹിസ് മേജർ വർക്ക്സ്, അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, വേറെ വേണ്ട, ആറ് മതി. കാരണം എന്താണ്, ഇദ്ദേഹം മരിച്ചു പോയെങ്കിലും ഇദ്ദേഹത്തിന്റെ വർക്ക്സ് ഒക്കെ ഇപ്പോഴും ഉണ്ട്, അതുകൊണ്ട് മേജർ വർക്ക്സ് ആർ എന്ന് മതി, വേർ എന്ന് വേണ്ട. ഹിസ് മേജർ വർക്ക്സ് ആർ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ 100 years of solitude. അപ്പോൾ നമ്മൾ എഴുതുകയാണ്, അദ്ദേഹത്തിന്റെ മേജർ വർക്ക്സ് ആർ 100 years of solitude. 100 years of solitude. രണ്ടാമത്തത് എന്താണ്, ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ. നോക്കുക, ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ, അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വർക്ക്. ഇനി ഒരു വർക്ക് കൂടിയുണ്ട്, നമുക്കറിയാം ഒരു ലിസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ലാസ്റ്റ് എത്തതിന് മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, ആൻഡ് ചേർക്കുക. ദി ഓട്ടം ഓഫ് ദി പാട്രിയാർക്ക്, ലാസ്റ്റ് എത്തതിന് മുമ്പിൽ ആൻഡ് ചേർത്ത് നമ്മൾ എഴുതണം. ആൻഡ് ദി ഓട്ടം അല്ലെ, ദി ഓട്ടം ഓഫ് ദി പാട്രിയാർക്ക്. ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ. ഇനി അദ്ദേഹം മരിച്ച കാര്യമാണ് നമുക്ക് പറയേണ്ടത്. ഫിനിഷിംഗ് ആണ് നമ്മുടെ ലാസ്റ്റ് സെന്റൻസ് ആണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേര് ഒന്നുകൂടെ ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും. ഇത്രയും നേരം നമ്മൾ ഹി എന്നാണ് പറഞ്ഞുകൊണ്ടുവന്നത് അല്ലെ. ഇനി നമുക്ക് ഒന്നുകൂടെ അദ്ദേഹത്തിന്റെ പേര് ഉപയോഗിക്കാം. നോക്കുക, മാർക്കേസ്. ഇനി മരിച്ചു എന്ന് പറയാൻ ഡൈഡ് എന്ന് പറഞ്ഞാൽ മതി, പക്ഷേ ഒന്നുകൂടെ നല്ലത് ഇങ്ങനെ പറയുന്നതാണ്. എന്താണ്, പാസ്ഡ് എവേ. മാർക്കേസ് പാസ്ഡ് അവേ. ശ്രദ്ധിക്കുക, പാസ്ഡ് അവേ, ഇതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പൊ മാർക്കേസ് പാസ്ഡ് അവേ, ഓക്കെ ആയി, അദ്ദേഹം മരിച്ചു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇനി ആ ഡേറ്റ് കൂടെ നമുക്ക് പറയണം. ഡേറ്റ് എന്നാണ് നമുക്കറിയാം, ഓൺ 17 April 2014. 2014 ഏപ്രിൽ 17 അദ്ദേഹം പാസ്ഡ് അവേ, അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹം മരണമടഞ്ഞു. ഇങ്ങനെ നമുക്ക് പറയാം.
അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രൊഫൈൽ തയ്യാറാക്കേണ്ടത്. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നോക്കുക, ഒന്നുകൂടെ വായിക്കാം. നമ്മുടെ പ്രൊഫൈലിന്റെ ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. മാർക്കേസ് ദ വിസർഡ് ഓഫ് ലെറ്റേഴ്സ്, അക്ഷരങ്ങളുടെ മാന്ത്രികനായ മാർക്കേസ്. ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ. ഈ അക്ഷരങ്ങളുടെ മാന്ത്രികനായ എന്നുള്ളത് ഏതൊരു റൈറ്ററിന്റെ, ഏതൊരു പുരുഷനായിട്ടുള്ള റൈറ്ററിന്റെ കേസിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ദ ഗ്രേറ്റ് റൈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നോക്കുക ഇനി, ദ ഗ്രേറ്റ് ലാറ്റിൻ അമേരിക്കൻ റൈറ്റർ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് വാസ് ബോൺ ഓൺ 6 മാർച്ച് 1927 ഇൻ കൊളംബിയ. 1927 മാർച്ച് 6 കൊളംബിയയിലാണ് മഹാനായിട്ടുള്ള ലാറ്റിൻ അമേരിക്കൻ റൈറ്റർ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് ജനിച്ചത്. ഹി വാസ് ഫേമസ് ആസ് നോവലിസ്റ്റ്. അദ്ദേഹം ഒരു നോവലിസ്റ്റ് എന്ന നിലയിൽ ഫേമസ് ആയിരുന്നു. ഷോർട്ട് സ്റ്റോറി റൈറ്റർ എന്നുള്ള നിലയിൽ ഫേമസ് ആയിരുന്നു. സ്ക്രീൻ റൈറ്റർ എന്നുള്ള നിലയിൽ ഫേമസ് ആയിരുന്നു. ആൻഡ് ജേർണലിസ്റ്റ് എന്നുള്ള നിലയിലും അദ്ദേഹം ഫേമസ് ആയിരുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, പുരുഷനായതുകൊണ്ടാണ് നമ്മൾ ഹി എന്ന് ചേർത്തത്. ഇവിടെ ഒരു സ്ത്രീ ആയിരുന്നു എങ്കിൽ ഷീ എന്ന് ചേർക്കുമായിരുന്നു. പുരുഷനാണെങ്കിൽ ഹി, സ്ത്രീയാണെങ്കിൽ ഷീ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇനി അടുത്തത്, ഹി വാസ് നോൺ. ഇവിടെ നമ്മൾ ഈ വാസ് ഉപയോഗിക്കുന്നതിന്റെ കാര്യം പറഞ്ഞു അല്ലെ. അദ്ദേഹം മരണമടഞ്ഞു പോയത് കൊണ്ടും അല്ലെ പഴയ കാര്യങ്ങൾ പറയുമ്പോഴുമാണ് വാസ് ഉപയോഗിക്കുന്നത്. ഇപ്പോഴുള്ള എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഇസ് ആണ് നമുക്ക് അവിടെ വേണ്ടത്, വാസ് അല്ല. ഓർത്തോണം. ഹി വാസ് നോൺ, അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അഫെക്ഷനേറ്റ്ലി, സ്നേഹപൂർവ്വം അറിയപ്പെട്ടിരുന്നത്, സ്നേഹത്തോടെ അദ്ദേഹത്തെ ആളുകൾ വിളിച്ചിരുന്നത് അസ് ഗാബോ എന്നാണ്. ഹി വാസ് അവാർഡഡ്, അതുപോലെ അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയ കാര്യമാണ് പറയുന്നത്. നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1982, 1982 ലിറ്ററേച്ചറിനുള്ള നൊബേൽ സമ്മാനം അദ്ദേഹത്തിന് കിട്ടി. ഇനി ഹിസ് മേജർ വർക്ക്സ്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ ആർ. ഇവിടെ ശ്രദ്ധിക്കണം, വർക്ക്സ് ആണ്, അതുകൊണ്ടാണ് 6 പറഞ്ഞത്. രചനകളുടെ കാര്യം, പെയിന്റിങ്സിന്റെ കാര്യം ഒക്കെ പറയുമ്പോൾ അല്ലെ, അത് അദ്ദേഹത്തെ വർക്ക്സിന്റെ കാര്യം, ക്രിയേഷൻസിന്റെ കാര്യം ഒക്കെ പറയുമ്പോൾ അതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ 6 യൂസ് ചെയ്യുന്നത്. അവിടെ വേറല്ല വേണ്ടത് എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഹിസ് മേജർ വർക്ക്സ് ആർ 100 Years of Solitude, Love in the Time of Cholera and the Autumn of the Patriarch Mark. ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ രചനകൾ എന്ന് പറയുന്നത്. ഇനി മാർക്കേസ് പാസ്ഡ് അവേ, നമ്മുടെ ഫിനിഷിംഗ് സംഭവം അല്ലെ, നമ്മൾ അദ്ദേഹത്തിന്റെ മരണത്തെ പറ്റി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. മാർക്കേസ് പാസ്ഡ് അവേ ഓൺ 17 April 2014, 2014 ഏപ്രിൽ 17 മാർക്കേസ് പാസ്ഡ് അവേ, മരിച്ചുപോയി. ലാസ്റ്റ് പറഞ്ഞു നിർത്തിയതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് നമ്മൾ ഒന്നുകൂടി ഉപയോഗിച്ചു. പിന്നെ മരിച്ചുപോയി എന്ന് പറയാനായിട്ട് നമ്മൾ ഉപയോഗിച്ചത് പാസ്ഡ് അവേ എന്നുള്ള ഫ്രൈസൽ വെർബാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ മാർക്കേസിന്റെ പ്രൊഫൈൽ എങ്ങനെ എഴുതണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇതേ രീതിയിൽ തന്നെ നമുക്ക് മറ്റുള്ളവരുടെ പ്രൊഫൈലും എഴുതാം. ഇനി പരീക്ഷയ്ക്ക് മാർക്കേസിന്റെ പ്രൊഫൈലാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് അതിന്റെ മാർക്ക് ഉറപ്പിക്കുകയും ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുമായി കാണാം. ഗുഡ് ബൈ.